ഇത്രയും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മെമ്പർക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ആദ്യമായി ഇതിലേക്ക് കടന്നു വരുന്ന സമയത്ത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊന്നും ഒരു അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുൻ മെമ്പർ അൻവർ മരക്കാരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്ത് മാത്രമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഏത് വർക്കിന് ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കണം, ആദ്യം ഏതെല്ലാം വർക്കുകളാണ് പൂർത്തീകരിക്കേണ്ടത് എന്നുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ഇത് നമ്മൾ തയ്യാറാക്കും. ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷമാണ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഓരോ പ്രദേശത്തെയും വേണ്ടപ്പെട്ട ആളുകളെ നമ്മൾ വിളിച്ചു കൂട്ടി ഈ വർക്ക് ആദ്യം തുടങ്ങട്ടെ എന്ന് അവരോട് തന്നെ ആരാഞ്ഞിട്ട് അവർ പറയുന്ന രീതിക്കാണ് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു വിമർശനം വരുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ വിമർശനത്തിന് നമ്മൾ നല്ലതാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇന്ന വർക്ക് ചെയ്യണോട്ടോ എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ടോ മെമ്പറെ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒക്കൽ കനാൽ ബണ്ട് റോഡ്. ഒത്തിരി നാളായിട്ട് അതികൂടെ സ്കൂൾ പിള്ളേരെല്ലാം പാസ് ചെയ്ത് പോകുന്ന ഒരു റോഡാണ്. MC റോഡിൽ തിക്കും തിരക്കും വരുമ്പോൾ സ്കൂൾ കുട്ടികൾ കാൽനടയായിട്ട് പോകുന്ന ഒരു റോഡാണ്. ആ ചെളി കൂടി കിടന്ന സമയത്ത് അവിടുത്തെ വ്യാപാരി വ്യവസായികളടക്കം ഇപ്പോൾ എടുത്തു പറയേണ്ടത് വെച്ചാൽ ഷൈബു ചേട്ടൻ, സുരേഷ് ചേട്ടൻ അങ്ങനെയുള്ളവരടക്കം എപ്പോഴും പറയുമായിരുന്നു ആ റോഡിന് ഒരു പ്രാധാന്യം കൊടുക്കണേ മെമ്പറേ എന്ന് പറയാറുണ്ടായിരുന്നു. അതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത് അത് വളരെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഒക്കൽ തുരുത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഒക്കൽ തുരുത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഇത്ര വീതിക്ക് ഒരു വഴി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതും ഒരുപാട് പേരുടെ കൂട്ടായ്മ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആളുകളാണ് ഷെഞ്ചു ചേട്ടനാണെന്നാലും കുട്ടൻ ചേട്ടനായാലും അതുപോലെ തന്നെ ശിവരാത്രി കമ്മിറ്റിക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഒക്കൽ തുരുത്തിലെ ജനങ്ങൾ സുരേഷ് ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരുടെ നേതൃത്വത്തിലാണ് നമ്മളിങ്ങനെ ഒരു റോഡ് ഫോം ചെയ്യുകയൊക്കെ ചെയ്തത്. ഇതിന് ഫണ്ട് അനുവദിച്ച് തന്ന MLAക്കും MP-ക്കും ജില്ലാ മെമ്പർക്കും ഈ അവസരത്തിൽ ഒന്നും കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കൂടി അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം നോക്കാതെ എൻ്റെ കൂടെ നിന്ന് ഒത്തിരി ആളുകളുണ്ട്. പേരെടുത്ത് പറയണമെങ്കിൽ എല്ലാവരെയും തന്നെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടി നന്ദി പറയാം. നമ്മുടെ ഈ പഞ്ചായത്തിൽ ആകെ ഒരു LP സ്കൂളാണല്ലോ ഉള്ളത്. LP സ്കൂളാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് മെമ്പർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ ആദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ ഗവൺമെൻറ് സ്കൂളിനാണ് പ്രാധാന്യം കൊടുത്തത്. നമ്മൾ MLA ആയിട്ട് സമീപിച്ച് MLA 1 കോടി രൂപ അനുവദിച്ച് നമ്മളിപ്പോൾ കെട്ടിടം പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കയറിയ സമയത്താണ് കിച്ചൺ ബ്ലാസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം നല്ലൊരു കിച്ചണും നമുക്ക് നിർമ്മിച്ച് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് നമ്മുടെ ഒക്കൽ സ്കൂളിൻ്റെ മതിലിടിഞ്ഞ് വീണ് അത് വാർത്തയിൽ ഒരുപാട് ഇടം പിടിച്ചൊരു വാർത്തയും കൂടിയാണ്. അതും യുദ്ധഗതി അടിസ്ഥാനത്തിൽ പ്രസിഡൻറ്റിനും വൈസ് പ്രസിഡൻറ്റിനും ഭരണസമിതിയുടെ മുൻകൈ എടുത്തതും മൂലം പ്രവാസികളുടെ സ്പോൺസർഷിപ്പോടു കൂടി നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഒത്തിരി കുട്ടികൾ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഒക്കൽ. അവിടുത്തെ ഗതാഗത കുരുക്കഴിക്കാൻ മെമ്പറുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്? നമ്മളിപ്പോൾ നിലവിൽ ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ, ഓട്ടോ പാർക്കിംഗ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ അവരോടായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ഒക്കൽ കനാൽ ബണ്ട് പുറകുവശത്തെ ഒക്കലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കും താല്പര്യമാണ്. അവരും പറഞ്ഞു ഞങ്ങൾ കാരണം ഒരിക്കലും ഒക്കൽ ഇങ്ങനെ ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടി കനാൽ ബണ്ടിൻ്റെ വർക്ക് പൂർത്തീകരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് നമ്മൾ കനാൽ ബണ്ടിലേക്ക് മാറ്റും. സന്തോഷം മെമ്പറെ. ഞാനിപ്പോൾ ഇവിടെ വിവാഹം കഴിച്ച് വന്നിട്ട് 13 വർഷമാവുന്നു. ഈ 13 വർഷവും ശിവരാത്രി അത്രയധികം സന്തോഷത്തോടു കൂടിയ ഒരാളാണ്. എടുത്തു പറയേണ്ടത് ഈ 5 വർഷത്തെ കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവണത്തെ ശിവരാത്രിക്കാണെങ്കിലും കയറിയ സമയത്ത് ശിവരാത്രിക്കാണെങ്കിലും അവരെനിക്ക് നല്ല രീതിയിലൊരു ആദരവ് തന്നു. ഇതിൻ്റെ എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശിവരാത്രി മണപ്പുറത്തേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഗതാഗതം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ആ റോഡ് പണിതത് കൊണ്ട് 2 ഭാഗത്തു കൂടി നമുക്കിപ്പോൾ വണ്ടി മണപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ടോയ്ലറ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല. MLAയുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് ഇനിയത്തെ ഒരു ശിവരാത്രിക്ക് ഒരു 6-7 ബ്ലോക്ക്
ടോയ്ലറ്റ് സംവിധാനത്തിന് അദ്ദേഹം ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. അത് ഒറ്റയ്ക്ക് എൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, ശിവരാത്രി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞാനും ഒരു പങ്കാളിയായി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അത് വലിയ ടോയ്ലറ്റ് വരുമെന്ന് പറഞ്ഞത് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ MLA യോട് ആവശ്യപ്പെടുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം അതിനെന്താ ഒരു മടിയും കൂടാതെ നമുക്ക് 15-ാം വാർഡിലേക്ക് പ്രത്യേകിച്ച് ഫണ്ടുകൾ അദ്ദേഹം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രത്യേക ഒരു നന്ദി ഞാൻ അദ്ദേഹത്തിനോട് പറയാണ്. ഇനി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ ഒക്കൽ ഗുരുമണ്ഡപത്തും ഒക്കൽ ഗുരുദേവ ക്ഷേത്രം റോഡിൻ്റെ ബാലൻസും കൂടി നമ്മൾ കുറച്ചും കൂടി പൂർത്തീകരിക്കാനുണ്ട്. അതിന് അദ്ദേഹം ഫണ്ട് വെച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ചേലാമറ്റം അമ്പലത്താട്ട് റോഡ് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. കട്ട വിരിക്കാനാണ്, ആ വർക്ക് പൂർത്തീകരിക്കാനാണ് ടെൻഡർ നടപടി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒക്കൽ സ്കൂളിൻ്റെ കനാൽ ബണ്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ മൂഞ്ഞാങ്കുഴി റോഡ് എന്ന് പറയുന്ന ഒരു റോഡ് കൺവേർട്ട്, കുറച്ച് ഭാഗമുള്ള അതൊരു കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത്തരം വർക്കിന് നമ്മൾ ഫണ്ട് വെച്ചിരിക്കുന്നതാണ്, അത് പൂർത്തീകരിക്കാനുണ്ട്. പിന്നെ വാർഡിലെ 2-3 മൺ റോഡുകളുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ വാർഡ് സമ്പൂർണ്ണമായിട്ടുള്ള വികസന പ്രവർത്തനം പൂർത്തീകരിക്കും. ഇത്രയും തിരക്ക് നിറഞ്ഞ ഈ കുടുംബ ജീവിതത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ മനസ്സ് കാണിച്ച ശ്രീമതി അമൃത സജിന് എൻ്റെയും ദേവിക ഡിജിറ്റൽ മീഡിയയുടെയും നന്ദി. 5 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് പറയാൻ പറ്റുന്ന, ജനങ്ങളോടായി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അത് പറയാനൊരു അവസരം ഒരുക്കി തന്ന ദേവിക ഡിജിറ്റൽ മീഡിയയോടും അതുപോലെ തന്നെ ഇതിന് അണിയറ പ്രവർത്തകനായ ഷൈബു ചേട്ടനോടും നല്ല നല്ല ക്വസ്റ്റ്യനുകൾ ചോദിച്ച് ജനങ്ങൾക്ക് നമുക്കൊരു ഉത്തരം കൊടുക്കാൻ ചോദ്യങ്ങൾ ചോദിച്ച ഷിംല മണ്ണൂരിനോടും എൻ്റെ പ്രത്യേകം നന്ദി അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ തീരുന്നില്ല. വാർഡിൽ എന്ത് ചെയ്തു പറയട്ടെ മെമ്പറും ജനങ്ങളും എന്ന പ്രോഗ്രാം ഒക്കൽ പഞ്ചായത്തിലെ അടുത്ത വാർഡിലേക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.